സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ സത്യവചനം, വിടുതലായി രക്ഷയായി നവജീവനായി സത്യവചനം, സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമായി എന്ന TV പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ അഭിവാദനങ്ങൾ നേരുകയാണ്. മനോഹരമായ ഈ സന്ദർഭത്തിൽ നമുക്കൊന്നിച്ച് ദൈവവചനത്തിലേക്ക് തിരിയാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്ന സന്ദേശം സുവിശേഷത്തിൻ്റെ സന്ദേശം തന്നെയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ സുവിശേഷ സന്ദേശം കേട്ടിട്ടുള്ളവരാണ്. എന്താണ് പിന്നെയും ഈ സുവിശേഷ സന്ദേശം പ്രസംഗിക്കപ്പെടുന്നത്? എന്താണ് സുവിശേഷ സന്ദേശത്തിൻ്റെ അനിവാര്യത? എന്താണ് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പ്രസക്തി? എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടണം? നമുക്കറിയാം, ഇന്ന് മിക്ക ഭാഷകളിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ, ലഘുലേഖകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, റേഡിയോ മുഖാന്തരം, TV ചാനലുകൾ വഴി, നവമാധ്യമങ്ങൾ വഴിയെല്ലാം ഒരുപക്ഷെ 7 ദിവസവും 24 മണിക്കൂറും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ചാനലുകൾ ഇന്ന് നിലവിലുണ്ട്. അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ മാധ്യമങ്ങളിലൂടെ ലോകത്തോട് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്ക് പുറമെ പരസ്യയോഗങ്ങൾ, കൺവെൻഷനുകൾ, ചർച്ചകൾ, സെമിനാറുകൾ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? എന്താണ് സുവിശേഷ സന്ദേശത്തിൻ്റെ കാലിക പ്രസക്തി? എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടണം? സുവിശേഷ സന്ദേശത്തെ പ്രസക്തമാക്കുന്ന 3 വസ്തുതകൾ, 3 കുറിപ്പുകളായി നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സുവിശേഷം ഒരു ആധ്യാത്മിക വിഷയമാണ്. മനുഷ്യൻ ഒരു ഭൗതിക ജീവിയല്ല. മനുഷ്യൻ ഒരു സാമൂഹിക ജീവി മാത്രമല്ല. മനുഷ്യനൊരു ആത്മീയ ജീവിയാണ്. മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രശ്നം ആത്മീയമാണ്. മനുഷ്യൻ്റെ പ്രശ്നം ഭൗതിക തലത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. കാരണം മനുഷ്യനൊരു ഭൗതിക വസ്തുവോ അല്ലെങ്കിൽ കേവലം ഒരു ജീവനുള്ള ഒരു ജീവിയോ മാത്രമല്ല. മനുഷ്യനിൽ ഒരു ആത്മാവുണ്ട്. ആത്മതലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ
പരിഹാരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഭൗതികമല്ല. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ആത്മീയമാണ്. നമുക്കറിയാം, മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ, മനുഷ്യനെ സംതൃപ്തിപ്പെടുത്തുവാൻ അനേക കാര്യങ്ങൾ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങൾ, അങ്ങനെ എത്ര കാര്യങ്ങളാണ് മനുഷ്യനെ സന്തോഷപൂർണ്ണനാക്കുവാൻ, മനുഷ്യനെ സംതൃപ്തനാക്കുവാനായിട്ട് ലോകം മനുഷ്യന് വേണ്ടി കരുതിയിട്ടുള്ളത്. എന്നാൽ വാസ്തവത്തിൽ മനുഷ്യൻ സന്തോഷവാനാണോ? മനുഷ്യൻ സംതൃപ്തനാണോ? അല്ല. സമ്പത്ത് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് മനുഷ്യന് സംതൃപ്തി കൈവരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാമല്ലോ, വലിയ വലിയ സമ്പന്നന്മാർ പോലും ജീവിതത്തോട് സലാം പറഞ്ഞ് പിരിയുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു കുറിപ്പെഴുതി വെച്ച് ഞാൻ ഈ ജീവിതം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്പത്തുകളെല്ലാം ആർക്കെങ്കിലും കൊടുത്തിട്ട് അവർ പോവുകയാണ്. ജീവിതം മടുക്കുകയാണ്. സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും മനുഷ്യ ഹൃദയങ്ങളെ സന്തോഷപൂരിതമാക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ബൈബിളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു ഉപമയുണ്ട്, മൂഢനായ ധനവാൻ്റെ ഉപമ. ആ മൂഢനായ ധനവാൻ എന്ന് അദ്ദേഹം വിളിക്കുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളുമാണ്. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു, വളരെ മനോഹരമായി കൃഷി ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിലങ്ങൾ നന്നായി വിളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വിളകൾ ധാരാളം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ കളപ്പുര ഉണ്ടാക്കും. ആ കളപ്പുരയിൽ എനിക്ക് ലഭിക്കുന്ന ധാന്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചു വെക്കും. പിന്നീട് ഞാൻ വളരെ സന്തോഷവാനായിട്ട് എൻ്റെ ശേഷിച്ച കാലം ആടിത്തിമർത്ത് ജീവിക്കും. ദൈവം മൂഢനായ ധനവാനോട് ചോദിക്കുകയാണ്, മൂഢ, ഇന്ന് രാത്രി ദൈവം നിൻ്റെ ജീവനെ വിളിച്ചാൽ നിൻ്റെ സമ്പത്ത് നിനക്ക് എങ്ങനെ പ്രയോജനപ്പെടും? വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമ്പത്ത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. സമ്പത്ത് കൊണ്ട് പല കാര്യങ്ങളും മനുഷ്യന് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ സമ്പത്ത് ആത്യന്തികമായി മനുഷ്യനെ സന്തോഷവാനോ സംതൃപ്തനോ ആക്കുന്നില്ല. വിദ്യാഭ്യാസം മനുഷ്യനെ സന്തോഷവാനാക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറയുന്നതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ വസ്തുത അതാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ബൗദ്ധിക തലത്തിൽ ബുദ്ധിവികാസം വരുത്തുന്നുണ്ടെന്നുള്ള സത്യമാണ്. മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് ഒരുപക്ഷെ ഒരു നല്ല ജോലിയൊക്കെ നേടിക്കൊടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മനുഷ്യനെ ആത്യന്തികമായി സന്തോഷിപ്പിക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയുന്നില്ല. ഇനി മതകർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. അതുകൊണ്ട് മനുഷ്യൻ തൃപ്തി അടയുന്നുണ്ടോ? മനുഷ്യൻ സന്തോഷവാനാകുന്നുണ്ടോ? ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നുണ്ടോ? ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ഓരോ വർഷവും ഒരേ ആചാരങ്ങളും ഒരേ കർമ്മങ്ങളും ഒരേ അനുഷ്ഠാനങ്ങളും മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരാചാരത്തിനും ഒരനുഷ്ഠാനത്തിനും മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരേ കാര്യം മനുഷ്യൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് മനുഷ്യനെ ഇതൊന്നും സംതൃപ്തനാക്കാത്തത്? അതിനെ സംബന്ധിച്ച് ഫ്രഞ്ചുകാരനായ പാസ്കൽ എന്ന ഒരു ശാസ്ത്രജ്ഞൻ വളരെ മനോഹരമായൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞാനത് ആദ്യം ഇംഗ്ലീഷിൽ പറയാം, അതിനുശേഷം മലയാളത്തിൽ പറയാം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ദർ ഇസ് എ ഗോഡ് ഷേപ്ഡ് വാക്യൂം ഇൻ ദ ഹാർട്ട് ഓഫ് ഈച്ച് മാൻ വിച്ച് കനോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ എനി ക്രിയേറ്റഡ് തിങ്സ് ഇൻ ദ വേൾഡ്. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഈശ്വര രൂപത്തിലുള്ള ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്തുവാൻ ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഒരു ഭൗതിക വസ്തുക്കൾക്കും സാധ്യമല്ല. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് മനുഷ്യൻ്റെ ആത്മീയ പ്രശ്നം. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ എത്രയോ നൂറ്റാണ്ടുകളായി വിലപിക്കുകയും കരയുകയും യാഗങ്ങൾ അർപ്പിക്കുകയും മനുഷ്യൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ കരച്ചിലിന്, ഈ പ്രാർത്ഥനയ്ക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ദൈവമേ, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണം, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണം. ഞങ്ങൾ അന്ധകാരത്തിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണം. ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണം. ഈ പ്രാർത്ഥന മനുഷ്യനോളം പഴക്കമുള്ള പ്രാർത്ഥനയാണ്. മനുഷ്യ ചരിത്രത്തിലുടനീളം ഈ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? ഇന്ത്യയുടെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ, ഇന്ത്യയുടെ സംസ്കാരങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ഇത്തരം പ്രാർത്ഥനകൾ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പല രീതിയിൽ പല ഭാഷയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ദൈവമേ, ഞങ്ങൾ അന്ധകാരത്തിലാണ്, ഞങ്ങൾ ശൂന്യതയിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക്, ഞങ്ങളെ സന്തോഷത്തിലേക്ക്, ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ടായി. ആ ഉത്തരത്തിൻ്റെ പേരാണ്, ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ഹൃദയഭേദകമായ മാനവരാശിയുടെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന മനുഷ്യവർഗത്തിൻ്റെ ഉള്ളുരുകിയ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യേശു കർത്താവ്. യേശു ക്രിസ്തു എന്താ പറഞ്ഞതെന്നറിയാമോ? യേശു പറഞ്ഞു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല.
ഒരു യൂണിവേഴ്സിറ്റിക്കും തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും സംതൃപ്തിയും അത് തരാൻ കഴിയുന്നത്, അത് സാധിക്കുന്നത് നാം ആദ്യം പറഞ്ഞ പാസ്കിൽ പറഞ്ഞ ഹൃദയത്തിലെ ശൂന്യത നികത്തപ്പെടുമ്പോഴാണ്. ആ ശൂന്യത ദൈവത്തിനല്ലാതെ ആർക്കും നികത്താൻ കഴിയില്ല. ആ ശൂന്യത നികത്താനാണ് ദൈവം, സാക്ഷാൽ ദൈവം മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ക്രൂശിൽ മരിച്ച് അവൻ ദൈവമാണെന്ന് തൻ്റെ മരണ പുനരുദ്ധാനത്തിലൂടെ തെളിയിച്ച് ഇന്നും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3:20 നമ്മൾ വായിക്കുന്നത്, കാണുമീൻ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ ഒരു അനുഭവം മാത്രമേ എൻ്റെ പ്രിയ സ്നേഹിത നിന്നെ സംതൃപ്തിയുള്ളവനാക്കി തീർക്കുകയുള്ളൂ, സമാധാനമുള്ളവനാക്കി തീർക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി? ഒന്നാമത്തെ കാര്യം, അത് ഒരാത്മീയ വിഷയമാണ്. ആത്മീയ തലത്തിൽ ദൈവത്താൽ ഉത്തരം ലഭിക്കേണ്ട, ആത്മീയ തലത്തിൽ ദൈവത്താൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് സുവിശേഷത്തിൻ്റെ വിഷയം. അത് ആധ്യാത്മികമാണ്. 2, സുവിശേഷം പാപവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങൾക്കറിയാം, വാർത്താപത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ എത്ര മനസ്സാക്ഷി മരവിക്കുന്ന വാർത്തയുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. രാവിലെ മിൽമപ്പാലിനൊപ്പം നമ്മുടെ ഗേറ്റിനടുത്ത് വന്ന് വീഴുന്ന ദിനപത്രങ്ങൾ എടുത്ത് നിവർത്ത് വായിക്കുമ്പോൾ മനുഷ്യൻ ഞെട്ടുകയാണ്. പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ദാരുണമായ കാഴ്ചകൾ. കൊച്ചുകുട്ടികൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെടും. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊല്ലാൻ മടിക്കുന്നില്ല. മക്കൾ അച്ഛനെ കൊല്ലുന്നു. എന്തിനേറെ പറയുന്ന ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. സഹപാഠികൾ ഒരു സ്ഥാപനത്തിൽ, ഒരു കോളേജിൽ, ഒരു സ്കൂളിൽ ഒന്നിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പരസ്പരം സ്നേഹം കൈമാറി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരസ്പരം ആക്രമിക്കുന്നു, കൂട്ടവിചാരണ നടത്തുന്നു. ഹോസ്റ്റലുകളിൽ ചിലരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് കൊല്ലുവാൻ മടിക്കാത്ത വളരെ ദുഃഖകരമായ സാഹചര്യം. എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെവിടെ നിന്ന് സംഭവിച്ചു? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിൻ്റെ കാരണം എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടം നമുക്കുണ്ട്. മനുഷ്യൻ വിദ്യാസമ്പന്നനായാൽ മനുഷ്യൻ നന്നാകുമെന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. അത് ഞാനൊരു കാര്യം പറയട്ടെ. വിദ്യാഭ്യാസപരമായി ഉയർച്ച പ്രാപിച്ച സമൂഹങ്ങളിൽ പോലും ആത്മഹത്യ പ്രവണതയും കുറ്റവാസനയും വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല. വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളാകേണ്ട കലാലയങ്ങളിൽ കഞ്ചാവും മയക്കുമരുന്നും യഥേഷ്ടം ഉപയോഗിക്കുന്നു, വിൽപ്പന നടത്തപ്പെടുന്നു. കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ സമൂഹത്തിൻ്റെ ഭാഗമാകേണ്ടവരല്ലേ? അവരിലല്ലേ നമുക്ക് പ്രതീക്ഷയുള്ളത്? പക്ഷേ അത്തരം കലാലയങ്ങൾ കലുഷിതമായിരിക്കുകയല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം കുറഞ്ഞിട്ടാണോ? അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കുറവാണോ? അല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ ചെറിയ ചെറിയ കവലകളിൽ വലിയ വലിയ വിപ്ലവ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നവർ പറഞ്ഞത് മനുഷ്യൻ നന്നാകാൻ അരിയും പണിയും തുണിയും കൊടുത്താൽ മതിയെന്നാണ്. അക്കാലം മാറിയില്ലേ? മനുഷ്യൻ നന്നായോ? റേഷൻ കടകളിൽ 1 രൂപയ്ക്ക് അരി കിട്ടുന്ന കാലം വന്നില്ലേ? നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ അരിക്ക് വലിയ ക്ഷാമമുണ്ടോ? പണിക്ക് പണ്ടത്തേക്കാൾ നല്ല വേതനങ്ങൾ ലഭിക്കുന്നൊരു കാലം വന്നില്ലേ? യഥേഷ്ടം വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ, മനുഷ്യന് നഗ്നത മറയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായില്ലേ? അത്യാവശ്യം തരക്കേടില്ലാത്ത കിടപ്പാടങ്ങൾ മിക്കവാറും ആളുകൾക്ക് ലഭിച്ചില്ലേ? മനുഷ്യൻ നന്നായോ? മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം വർദ്ധിച്ചോ? എന്തിനേറെ പറയുന്നു, പുതിയ സാധ്യതകൾ തുറക്കപ്പെട്ടില്ലേ? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി നമുക്കറിയാം, ലോകം ഇന്ന് അതിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പഠനത്തിനായി, ജോലിക്കായി സാധ്യതകളുടെ വലിയ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. മനുഷ്യൻ നന്നായോ പ്രിയപ്പെട്ടവരെ? മനുഷ്യൻ നന്നായോ? ധാർമ്മിക മൂല്യച്യുതി വർദ്ധിക്കുകയല്ലേ ചെയ്തത്? എന്തുകൊണ്ടാണ്? എന്താണ് പ്രശ്നം? മനുഷ്യരെന്തുകൊണ്ട് പാപം ചെയ്യുന്നു? മനുഷ്യൻ എന്തുകൊണ്ട് ധാർമ്മികമായി അധപ്പതിക്കുന്നു? അതിൻ്റെ കാരണം സിമ്പിളാണ്. മനുഷ്യർ പാപം ചെയ്ത് പാപിയാകുന്നതല്ല, മനുഷ്യൻ അടിസ്ഥാനപരമായി പാപിയായതുകൊണ്ടാണ് പാപപ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിയമ സംവിധാനങ്ങൾക്കും കാരാഗ്രഹങ്ങൾക്കും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതിനൊരു പരിധിയുണ്ട്. കാരണം എന്താ? മനുഷ്യൻ്റെ രക്തത്തിനകത്ത് പാപം കലർന്നിരിക്കുകയാണ്, പാപ സ്വഭാവം ഉണ്ടായിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ പരിഹാരം? നാട്ടിൽ പാലങ്ങളും ഡാമുകളും ജലസേചന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും റോഡുകൾ വികസിപ്പിക്കുകയും ചെയ്താൽ
മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം വർദ്ധിക്കുകയില്ല, മനുഷ്യൻ്റെ പാപ സ്വഭാവത്തിന് മാറ്റം വരികയില്ല. അത് ചെയ്യേണ്ടത് വിശുദ്ധ ബൈബിൾ പറയുന്നു, മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ മടങ്ങണം. മാനസാന്തരമാണ് ഇതിൻ്റെ പരിഹാരം. ദൈവത്തെങ്കിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. 1 തീമോത്തിയോസ് 1:15 മനോഹരമായൊരു വാക്യം. ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 തീമോത്തിയോസ് 1:15 ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ലോകത്തിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സന്ദേശം, ലോകത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദേശം സുവിശേഷമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല. കാരണം എന്താ? എല്ലാവരും രോഗികളല്ല. അതുകൊണ്ട് രോഗികളല്ലാത്തവർക്ക് യേശുവിനെ ആവശ്യമില്ല. യേശു ദരിദ്രരെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യമായ വചനമല്ല, അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല. കാരണം ടാറ്റായ്ക്കും ബെർളയ്ക്കും ഒന്നും അങ്ങനെയാണ് യേശുവിനെ ആവശ്യമില്ല. കാരണം എല്ലാവരും ദരിദ്രരല്ല. പക്ഷേ എല്ലാവരും പാപികളായിരിക്കുന്നത് കൊണ്ട് യേശു ഈ ഭൂമിയിൽ പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എന്താ കാര്യം? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഫാൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അതിൽ നിന്നാരും ഒഴിവാക്കപ്പെടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ കാലിക പ്രസക്തി അതാണ്. സുവിശേഷത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എന്താണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി? ഒന്ന്, അതൊരു ആധ്യാത്മിക വിഷയമാണ്, ആത്മീയ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. 2, ഞാൻ പറഞ്ഞു അത് പാപവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എല്ലാവരും പാപികളായിരിക്കുന്നത് കൊണ്ട് സുവിശേഷം പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം കാലിക പ്രസക്തമാണ്. 3, സുവിശേഷം നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ മരണത്തോടെ എല്ലാം തീരുമായിരുന്നെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണമേ, മനുഷ്യൻ്റെ മരണത്തോടെ എല്ലാം തീരുമായിരുന്നെങ്കിൽ ഈ സുവിശേഷ സന്ദേശത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. ഞാനിപ്പോൾ ഈ TV-യിലൂടെ നിങ്ങളോട് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെ? മനുഷ്യൻ്റെ മരണത്തോടെ എല്ലാം തീരുമായിരുന്നെങ്കിൽ. എന്നാൽ മനുഷ്യൻ്റെ മരണത്തോടെ പുതിയൊരു അധ്യായം തുറക്കപ്പെടുകയാണ്, പുതിയൊരു കാലം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സന്ദേശം നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? 2 യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും. ദൈവം മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നു, ദൈവം മനുഷ്യന് നൽകി അപ്പോയിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒരിക്കൽ നീ മരിക്കും. ആർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. ഒരു ദിവസം മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ നിന്നെ വന്ന് പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് ദൈവവചനം പറയുന്നത്. 2, മരണം സംഭവിക്കുമെന്ന് മാത്രമല്ല വചനം പറയുന്നത്, അതായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആകുമായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ 2ാമതൊരു കാര്യം പറഞ്ഞു, മരണം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഇഫ് ദ ഡെത്ത് ഈസ് എ റിയാലിറ്റി, ജഡ്ജ്മെൻറ്റ് ഈസ് ഓൾസോ എ റിയാലിറ്റി. ന്യായവിധിയും ഒരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. പാപത്തിന് ശിക്ഷയുണ്ട്. എന്താ കാര്യം? എന്തിനാ ദൈവം പാപത്തിന് ശിക്ഷ വെച്ചിരിക്കുന്നത്? പാപി എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടണം? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നീതിമാനാണ്. നമുക്കറിയാം, ഇന്ത്യനിൽ ഒരു പീനൽ കോഡുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു നിയമമുണ്ട് ഇന്ത്യക്ക്. എന്താ നിയമം? ഒരാൾ ഇന്ത്യയുടെ നിയമം ലംഘിച്ച് തെറ്റ് ചെയ്താൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന തെറ്റിനെയും പാപത്തെയും അത്ര ഗൗരവമായി കാണുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ അണ്ടകടാകത്തെ ഒരു വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്ന, നിർമ്മിച്ച, ചലിപ്പിക്കുന്ന ദൈവം, ആദ്യനും അന്ത്യനുമായവൻ, ആ ദൈവം ന്യായാസനമൊരുക്കുകയാണ്. രക്ഷപ്പെടാനാവില്ല പ്രിയപ്പെട്ടവരെ. മരണശേഷം സകല മനുഷ്യനും ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പാകെ നിന്ന് മറുപടി പറയേണ്ടി വരും. ഒരു ന്യായവിധിയുണ്ട്. എന്നാൽ സന്തോഷം തരുന്നൊരു വാർത്ത സുവിശേഷം തരുന്നുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത എന്നറിയാമോ? സുവിശേഷം തൻ്റെ പുത്രനിലൂടെ ഒരുക്കപ്പെട്ട ഒരു സ്വർഗത്തെക്കുറിച്ച് പറയുന്നു.
നരകത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുവാൻ ദൈവം സ്നേഹനിധിയായതുകൊണ്ട്, സ്നേഹസമ്പന്നനായതുകൊണ്ട് തൻ്റെ പൊന്നോമന പുത്രനെ പാപമില്ല എന്ന് സകലരും ഒരുപോലെ പ്രഖ്യാപിച്ച, 5 കോടതിയിലും മാറി മാറി വിസ്തരിച്ചിട്ട് പാപമില്ല എന്ന് പറഞ്ഞ പീലാത്തോസ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ പാപമില്ലാത്ത പുത്രനായ യേശു ക്രിസ്തു നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. ഹൃദയതലത്തിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ നിൻ്റെ മരണവും നിൻ്റെ ജീവിതവും സന്തോഷപൂരിതമാകും. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നീ ക്രൂശിൽ മരിച്ചു, ഞാനത് അംഗീകരിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, അവിടുത്തെ മകനാക്കി തീർക്കണമേ. കർത്താവേ, ന്യായ വിധിയിൽ ഉൾപ്പെടുത്താതെ എന്നെ കാത്തുകൊള്ളണമേ. ദൈവരാജ്യത്തിൻ്റെ അംഗമാക്കി എന്നെ തീർക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ, ഈ സത്യമില്ലെങ്കിൽ, ഈ കർത്താവില്ലെങ്കിൽ, ഈ രക്ഷകനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ബാക്കിയെല്ലാം സീറോ ആയിട്ട് മാറുകയാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവമകനായി ദൈവമകളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമെങ്കിൽ ദൈവവൈതലായി പ്രത്യാശയോടെ ഈ ഭൂമിയിൽ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സുവിശേഷ സന്ദേശം കാലിക പ്രസക്തമാണ്. അത് ആത്മീയ വിഷയമാണ്, പാപവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പ്രത്യാശയുടെ വിഷയമാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളിതിനു മുമ്പ് ഈ സുവിശേഷ സന്ദേശം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. പല പ്രാവശ്യം കേട്ടിട്ടും ഇതുവരെ ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം. അവസരമെന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും തേടി വരണമെന്നില്ല. അവസരങ്ങൾ വല്ലപ്പോഴും മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. കിട്ടുന്ന അവസരത്തെ പാഴാക്കിക്കൂടാ. ആ സക്കായിയെപ്പോലെ വേഗത്തിൽ അത്തിവൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്ന് യേശുവിനെ സ്വീകരിച്ചതുപോലെ ഈ സുവിശേഷ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, കർത്താവേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് കർത്താവേ, എന്നെ രക്ഷിക്കണമേ. എൻ്റെ പാപത്തെ അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞാൻ ഇന്ന് മരിച്ചാൽ നിത്യതയിൽ കർത്താവിനോട് കൂടി ആയിരിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് തരണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളും കർത്താവും, നിങ്ങളും രക്ഷയും തമ്മിലുള്ള അകലം ഒരു പ്രാർത്ഥന വാചകത്തിൻ്റെ മാത്രം അകലമാണ്. ആ അകലം ഒരു പ്രാർത്ഥനയുടെ പൂർത്തീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ചിന്ത, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നാം സന്ദേശത്തിലൂടെ കേൾക്കുകയുണ്ടായി. യഥാർത്ഥ സുവിശേഷം എന്താണ്? സുവിശേഷം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയാണ്. കർത്താവായ യേശു ക്രിസ്തു നിഷ്കളങ്കനായി വിശുദ്ധനായി 33.5 വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത് ഒരു നല്ല വാർത്തയാണ്. കർത്താവായ യേശു ക്രിസ്തു പാപിയായിരിക്കുന്ന എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഒരു നല്ല വാർത്തയാണ്. മരിക്കുക മാത്രമല്ല, കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നത് ഒരു നല്ല വാർത്തയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ നല്ല സുവാർത്ത നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ സുവാർത്ത നാം സ്വീകരിച്ചവരാണോ? ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നാം കടന്നു വന്നിട്ടുണ്ടോ? ദൈവം നൽകുന്ന സുവിശേഷം എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത സുവിശേഷമാണ്. ആ സുവിശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്
ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ആ സന്ദേശം. ആ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് നിത്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. നിത്യമായ സ്വർഗത്തിലേക്ക് പോകുവാൻ നാം കേട്ടതായിരിക്കുന്ന ആ സത്യസുവിശേഷം ഹൃദയത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിത്യമായ സ്വർഗരാജ്യം സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം? കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റതെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, അത് വായും കൊണ്ട് ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ മകനായിട്ട് ജനിക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, സുവിശേഷം സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായി, മകളായി ജനിക്കുവാനായിട്ട് ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട ഏവർക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച സുവിശേഷ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലോകത്ത് പാപിയായിരിക്കുന്ന ഞങ്ങളെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്നുള്ള നല്ല വാർത്തയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് പകരക്കാരനായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, അത് എത്രയോ സന്തോഷം നൽകുന്ന നല്ല വാർത്തയാണ്. കർത്താവ്, ഈ സുവാർത്ത ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ അവിടുന്ന് ഈ സന്ദേശം കേട്ടതായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് കർത്താവിനെ സ്വന്തം നാഥനായി സ്വീകരിച്ച്, രക്ഷകനായി സ്വീകരിച്ച് എന്നേക്കുമുള്ള സന്തോഷത്തിലേക്ക്, നിത്യമായ ജീവങ്കിലേക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതിനെ അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സത്യം സത്യമാ, സത്യം സത്യം